നമ്മുടെ ജീവിതശൈലി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതശൈലി രോഗം തരുന്നത്. എങ്ങനെ എത്ര മൂർച്ചയുള്ള കത്തി കൊണ്ട് ഞാൻ മുറിച്ചാലും ഞാനൊരു ജീവിയെ കൊല്ലുമ്പോൾ ഞാനറിയാതെ അതിനെ കൊല്ലാൻ പറ്റും. അമ്മ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഭാര്യ ഒന്നേ പാടുള്ളൂ. ചെയ്ത തെറ്റുകളുടെ പാപഭാരം തലയിലുണ്ടോ? നമ്മളൊരു ഭാര്യയിലൂടെയാണ് സ്ത്രീ എന്താണെന്ന് മനസ്സിലാവുക. അമ്മയിലൂടെ സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കില്ല. ഇപ്പം രണ്ട് കുടുംബത്തിൽ രണ്ട് സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന രണ്ട് വ്യക്തികളാണ്. അവർ തമ്മിൽ ഒരേ രീതിയിലേക്ക് എത്തിപ്പെടാൻ 6-7 വർഷം എടുക്കും. മനുഷ്യർക്ക് അസുഖങ്ങൾ വരുന്നത് ഒന്നുകിൽ മുൻപ് ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ ഈ ഭക്ഷണശൈലി കൊണ്ട് മാത്രമാണ്. എല്ലാ ഭക്ഷണശൈലിയല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ പരിണിത ഫലമാണ് അസുഖമായിട്ട് വരുന്നത്. അസുഖം വരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ജീവിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ജീവിയാണ് ഈ കാണുന്നത് മുഴുവൻ, എല്ലായിടത്തും കാണുന്നത്. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവന് പിന്നെ നോൺ വെജ് വേണമെന്ന് അവൻ പറയില്ല. വിവേക ബുദ്ധി അവിടെ വരും. യെസ്. എന്നാലും അതൊരു ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? അത് എങ്ങനെയാ എൻ്റെ ചോയ്സാണ്. എനിക്കിപ്പോൾ നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കുക. എനിക്ക് ഒരു അന്യസ്ത്രീയോട് മോഹം തോന്നാണ്. ഇതെൻ്റെ ചോയ്സാണ്. അവരുടെ കൺസേൺ ഇല്ലാണ്ട് ഞാൻ അതിനോട് മോശമായിട്ട് പെരുമാറി അതിന് പറയുന്ന പേര് വേറെയാണ്. എനിക്ക് ജയിൽ ശിക്ഷയുണ്ട്. ഇല്ലേ? ഉറപ്പായിട്ടും. അവിടെ അവരൊന്ന് ചിലപ്പോൾ സ്പർശിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഒരു ജീവിയെ നമ്മൾ ഒരു കാരുണ്യവും ഇല്ലാണ്ട് അതിനെ ഇല്ലാതാക്കി കളയാണ്. അത് ഹലാല് ചെയ്ത് കഴിച്ചാലോ? അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ. നമ്മളൊരു സാധനം പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു സാധനം ഇല്ല. അതൊക്കെ ചുമ്മാ ഓരോ മതത്തിൻ്റെതായ ചട്ടക്കൂട്ടിൽ ജനങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി ഓരോ തന്ത്രങ്ങൾ ഉണ്ടാക്കണതാണ്. അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ജീവിയെ നമുക്ക് കൊല്ലാൻ പറ്റുമോ? അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം എന്താണ്? ഏറ്റവും മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒരു ജീവിയെ കൊല്ലുമ്പോൾ മറ്റൊരു ജീവി അറിയാത്തതും രക്തം പുരളാത്തതുമായ മാംസങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നാണ്. ഇത് ഖുറാനിലെ വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹലാലിൻ്റെ ആൾക്കാരറിയാൻ വേണ്ടി പറയണതാണ്. ഈ വാചകം എഴുതി വച്ചിരിക്കുന്ന ബുക്കിനകത്ത് എങ്ങനെ എത്ര മൂർച്ചയുള്ള കത്തി കൊണ്ട് ഞാൻ മുറിച്ചാലും ഞാനൊരു ജീവിയെ കൊല്ലുമ്പോൾ ഞാനറിയാതെ അതിനെ കൊല്ലാൻ പറ്റുമോ? അപ്പോൾ ഒരു ജീവിയെ കൊല്ലുമ്പോൾ ഈ ജീവി അറിഞ്ഞു. അപ്പം ആദ്യത്തെ നിയമം തെറ്റി. രണ്ടാമത്തത്, രക്തം പുരളാത്ത മാംസം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? പണ്ടിങ്ങനെ ഈ പുരാണങ്ങളിലൊക്കെ ഓരോ ചെറിയ ചെറിയ ഈ തപസ്സൊക്കെ ചെയ്തിട്ട് ഓരോരുത്തർ വരം ചോദിക്കും. എന്നെ കൊല്ലുമ്പോൾ രക്തം പുറത്തു വരാണ്ടും ഇങ്ങനെയും അങ്ങനെയും മറ്റോണം മറിച്ചോണം ഒക്കെ ആണെങ്കിൽ എന്നെ ആർക്കും കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്നും ചിരഞ്ജീവിയായിട്ടിരിക്കും. അപ്പോൾ ദൈവം അനുഗ്രഹം കൊടുക്കുമ്പോൾ തഥാസ്തു എന്ന് പറയും. എന്നിട്ട് ഇവന് രക്തം വരാത്ത രീതിയിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് അവസാനം ദൈവം തന്നെ വന്ന് അവനെ കൊല്ലുകയും ചെയ്യും. കാരണം എന്താ? അവൻ അഹങ്കാരിയായിട്ട് മാറുകയാണ്. ഇതുപോലെ ഖുറാനിലൊരു സാധനം ഇത് മനസ്സിലാക്കാൻ കാരണം എന്താ? നമ്മളെപ്പോലെയുള്ള ത്യാഗികളായിട്ടുള്ള ആളുകൾ ജീവിച്ചു പോകുമ്പോൾ എന്ന് ഈ സത്യം പറയാൻ ചിലരെങ്കിലും ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന അധർമ്മമല്ല പറയണത്, ഇല്ലേ? ഒരു സ്ത്രീയെ മോശമായിട്ട് പെരുമാറരുതെന്ന് പറയണം, ധർമ്മമല്ലേ? ആരോടും കള്ളം പറയരുതെന്ന് പറയണം, ധർമ്മമല്ലേ? ഒരു ജീവിയെ കൊല്ലരുതെന്ന് പറയണു, ധർമ്മമല്ലേ? ഞാൻ എന്ത് മോശ കാര്യം പറഞ്ഞു തന്നത്? അത് ഈ മതത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. നേരെ മറിച്ച് ഞാൻ പറയാണ്, ഹിന്ദുക്കളല്ലാത്ത ഏത് മതസ്ഥരെ കണ്ടാലും അപ്പം കൊല്ലണം. ഏത് ജീവിയെ കണ്ടാലും ഒരു മന്ത്രം ചൊല്ലിയിട്ട് കൊന്ന് നമ്മൾ കഴിക്കണം. ഏത് സ്ത്രീയെ കണ്ടാലും നമ്മുടെ സ്വന്തമാക്കണം. ഏത് രാജ്യം കണ്ടാലും പിടിച്ചടക്കണം. ഇതിനകത്ത് എവിടെയാണ് ധർമ്മമുള്ളത്? നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് ധർമ്മത്തിന് വേണ്ടി. എനിക്കും നിങ്ങൾക്കും 24 മണിക്കൂറുണ്ട്. ഒരേപോലെ സന്തോഷിക്കാം, ഒരേപോലെ ജീവിക്കാം. ഒരു ഭാര്യ വേണം, അമ്മ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഭാര്യ ഒന്നേ പാടുള്ളൂ. അപ്പോൾ രാജാക്കന്മാരൊന്ന് ചോദിക്കും, രാജാക്കന്മാർ കല്യാണം കഴിച്ചിരുന്ന കാലഘട്ടം, ഒരു റിലേഷൻഷിപ്പിലാവുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ ഒത്തു പോകുന്നില്ല എന്ന് തോന്നുന്നു, അത് ബ്രേക്കപ്പ് ആയി അടുത്ത റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആവാൻ പാടില്ല. നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ആദ്യം ഫ്രിക്ഷനാണ് ഉണ്ടാവുന്നത്. അത് പതിയെയാണ് അത് ഒരു താരതമ്യപ്പെടണത്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ചിന്തകൾ കാണും. ആ ചിന്തകൾ താരതമ്യപ്പെടുന്നതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളല്ല ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് കുടുംബത്തിൽ രണ്ട് സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന രണ്ട് വ്യക്തികളാണ്. അവർ തമ്മിൽ ഒരേ രീതിയിലേക്ക് എത്തിപ്പെടാൻ 6-7 വർഷം എടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർ തമ്മിൽ ട്യൂണിങ്ങിലേക്ക് എത്തണത്. ആ ട്യൂണിങ് എത്തും, ഉറപ്പാണ്. സെൽഫ്ലെസ് ആവണം. ആദ്യം നമ്മൾ
ചില മോഹത്തിൻ്റെ പേരിലാണ് കല്യാണം കഴിക്കുന്നത്. ഈ മോഹത്തിന് ആദ്യം ഒരു ഫുൾ സ്റ്റോപ്പ് വരണം, അതിനൊരു ഒരു ഒരു സ്റ്റേജ് എത്തണം. നമ്മൾ അനേകം സ്ത്രീകളിലൂടെ പോയാൽ നമ്മുടെ മോഹത്തിന് ഒരിക്കലും അവസാനമില്ല. ഒരേ ജീവിതമാവുമ്പോൾ റിപ്പീറ്റേഷൻ ചെയ്ത് പോകുമ്പോഴാണ് ആവർത്തനം വരുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാവും. പതിയെ 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 നമ്മൾ മെച്യൂർഡ് ആവും. ഇതല്ല ജീവിതം, ഇതാണ് ജീവിതം നമ്മൾ അവിടെ പഠിക്കും. നമ്മളൊരു സ്ത്രീയിലൂടെയാണ്, നമ്മളൊരു ഭാര്യയിലൂടെയാണ് ഒരു സ്ത്രീ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അമ്മയിലൂടെ സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കില്ല. കാരണം 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസത്തിൽ അവരുടെ മൂഡ് ഫ്ലക്ച്വേഷൻ കൂടെ ജീവിക്കുന്ന ഭർത്താവായിട്ടുള്ള ആ വ്യക്തി അറിയാണ്. അപ്പോൾ അതെന്താണെന്ന് അവരിൽ നിന്ന് കണ്ട് പഠിക്കുക നമ്മൾ. ഞാനിവിടെ വന്നേക്കുന്നത് ആരെയും പഠിപ്പിക്കാനല്ല. ഞാൻ വിവാഹം ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയിലൂടെ ഞാൻ ഒരു സ്ത്രീയെ പഠിച്ചു ഇല്ലേ. ആ സ്ത്രീയിലൂടെ എനിക്ക്, എൻ്റെ ധർമ്മപത്നിയിലൂടെ എനിക്കൊരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയിലൂടെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് വളരുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ ഒരു ജീവിതം ഞാൻ പഠിക്കുകയാണ്. എൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും അവരിൽ കൊച്ചുമക്കളുണ്ടാവും. പിന്നെ കൊച്ചുമക്കൾക്ക് വേണ്ട ഉപദേശം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇത് കൊച്ചിലത്തെ സ്വഭാവം ഞാൻ ഇപ്പോഴും കൊണ്ടുവരുന്ന 50 വയസ്സിലും കൊണ്ടുവരുന്ന എങ്ങനെയുണ്ടായി? 9 വയസ്സായ കൊച്ചിന് 50 വയസ്സായ എൻ്റെ ഒരേ സ്വഭാവമാണെങ്കിലോ, 9 വയസ്സായ പെങ്കൊച്ചിനെ കാണുമ്പോൾ 50 വയസ്സായി എനിക്ക് വികാരം വരികയാണെങ്കിലോ എനിക്ക് എന്തോ മാനസിക രോഗമല്ലേ? അപ്പോൾ പിന്നെ ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. ഇതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചിച്ചറിയാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ജീവിക്ക് എനിക്ക് എങ്ങനെ പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞു മനുഷ്യനെന്ന് പറഞ്ഞാൽ വിവേചിച്ചറിയാൻ കഴിവുള്ളതാണ്. വിവേചന ശക്തി ഇല്ലാത്തവരായിട്ട് മാറി മനുഷ്യനെന്ന്. നമ്മൾ കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ട് ആർക്ക് എന്ത് ഗുണമുള്ളത്? നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം, നമ്മൾ പ്രവർത്തിക്കുന്നതും അതേ സത്യം തന്നെ ആയിരിക്കണം. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവാൻ പാടില്ല. പൂർവ്വകാലങ്ങളിൽ ഞാൻ ഇങ്ങനെ ആവുന്നതിന് മുമ്പ് ഞാൻ തെറ്റുകൾ ചെയ്യാത്ത വ്യക്തി ആയിരുന്നില്ല. അതെങ്ങനെയാണ് മാറിപ്പോയത്? ചെയ്ത തെറ്റുകളുടെ പാപഭാരം തലയിലുണ്ടോ? ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ചോദിക്കില്ലേ, ആ സമയത്ത് ചെയ്തു പോയ തെറ്റുകൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വേദനിപ്പിക്കുന്ന അങ്ങനെ ഒരു ഫീലല്ല ഉള്ളത്. തെറ്റ് ചെയ്തു പോയില്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് മായ്ക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ മുഴുവൻ മാച്ചിട്ട് ഒന്നേന്ന് തൊട്ട് തുടങ്ങിയാണ്. പക്ഷെ പറ്റില്ല. അതിനുള്ള കർമ്മഫലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അനുഭവിക്കാനില്ല ഒന്നും. അസുഖങ്ങളുണ്ടായോ? അസുഖങ്ങൾ മാത്രമല്ല, എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഷുഗർ വന്നതാണ്. അപ്പോൾ ഈ ആത്മീയതയിൽ ഈ ലെവലിൽ എത്തുന്നതിന് മുൻപേ എനിക്ക് ഷുഗർ വന്നുപോയി. അത് എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ പീഡിപ്പിച്ച് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയാക്കിയതാണ്. പക്ഷെ ഞാൻ മരുന്നൊന്നും കഴിക്കാതെ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് ഞാൻ സുഖമായിട്ട് ജീവിക്കും. ഒരു മരുന്നും കഴിക്കണില്ല. എൻ്റെ ജീവിതം ചിട്ടയോടുകൂടി ആയപ്പോൾ ജീവിതശൈലി രോഗങ്ങളെല്ലാം എൻ്റെ പോയി. അപ്പോൾ മനുഷ്യർക്ക് അസുഖങ്ങൾ വരുന്നത് ഒന്നിൽ മുൻപ് ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ ഈ ഭക്ഷണശൈലി കൊണ്ട് മാത്രമാണ്. എല്ലാ ഭക്ഷണശൈലിയല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലമാണ് അസുഖമായിട്ട് വരുന്നത്. അസുഖം വരുന്നത് നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജീവിതശൈലി രോഗം വന്നു എന്തിനു വേണ്ടിയിട്ടാണ്? മരുന്ന് കഴിക്കാനാ? അല്ല, നമ്മുടെ ജീവിതശൈലി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതശൈലി രോഗം തരണത്. ഏതൊരു അസുഖം അങ്ങനെ തരണതാണ്. നിങ്ങൾക്ക് ക്യാൻസർ വരുന്നുണ്ടോ? നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? ഏത് ക്യാൻസർ വന്ന് മരിച്ചു പോയാൽ? അതിനു മുമ്പ് നമുക്ക് അവസരം തന്നല്ലോ. തലവേദനയായിട്ടും ജലദോഷമായിട്ടും പനിയായിട്ടും വയറുവേദനയായിട്ടും ഒക്കെ നമുക്ക് അസുഖങ്ങൾ വന്നില്ലേ? ഈ സമയത്തൊന്നും നമ്മൾ നന്നായിട്ടില്ല. ഇപ്പം നമുക്കൊരു വയറുവേദന വന്നു, നമ്മൾ ചിന്തിക്കണം എന്താണ് ഈ വയറുവേദന വരണത്? ഓക്കെ, ഈ ഭക്ഷണം എനിക്ക് പറ്റില്ല. സപ്പോസ് ചേനയാണെന്ന് വിചാരിച്ചു, ചേന എനിക്ക് എടുത്താൽ ചൊറിയും. അതിനർത്ഥം അതെനിക്ക് അലർജിക്കാണെന്നുള്ളതാണ്. പിന്നെ അതിനെ തിന്നാൻ കൊള്ളില്ല. എനിക്ക് ചേന ചൊറിയുന്നുണ്ടെങ്കിൽ ഞാനത് തിന്നരുത്. പിന്നെ ഞാൻ ആ ചേന കഴിച്ചാൽ എനിക്ക് വയറുവേദന ഉണ്ടാവാം, എനിക്ക് ഗ്യാസ് ഉണ്ടാവാം, എനിക്ക് തലവേദന ഉണ്ടാവാം. ഇത് റിലേറ്റഡ് കണ്ടമാനം ചെറിയ 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 രോഗങ്ങളുണ്ടാവും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ വിവേചിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ചേനയെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അലർജി ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ പാല് കുടിച്ചാൽ തുമ്മലായിരിക്കും. തുമ്മൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഏത് കഴിച്ചിട്ടാണ് തുമ്മൽ വന്നത്. ഇങ്ങനെ വഴി നീളെ ഞാനിങ്ങനെ തിന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതാ കഴിച്ചതെന്ന് പിടിയിട്ടില്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ പനീറാണ് എനിക്ക് തുമ്മലുണ്ടാവുന്നത്. ആ തുമ്മൽ എന്തിനാണ് തരണത്? പനീർ കൊണ്ട് എനിക്ക് വേറെ ഒരു ദൂഷ്യമില്ല, തുമ്മൽ തരണ്ട്. അപ്പോൾ എന്തിനാണ്? തുമ്മുമ്പോൾ എൻ്റെ കഫം പുറത്തു പോകുന്നുണ്ട്. ഒരു ദിവസത്തിൽ 4 തുമ്മലായിരിക്കും തുമ്മണത്. അത് എൻ്റെ സൈനസൈറ്റീസിന് ഗുണമാണ്. പനീർ കഴിച്ചോ കുഴപ്പമില്ല. ചില സമയത്ത് പാല് കുടിച്ചു, ഭയങ്കര തലവേദനയാണ്. പാല് കുടിക്കുമ്പോൾ എന്താ തലവേദന വരാൻ കാരണം? അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ പാല് ഉപേക്ഷിക്കുക. പാലിന് എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചാൽ നമുക്ക് തലവേദന ഇല്ലാണ്ടിരിക്കും?
ഇപ്പോൾ മഞ്ഞപ്പൊടി കലർത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലാക്കിയോ കഴിച്ചാൽ കുഴപ്പമില്ല. ആ ഫോം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കത് ദൂഷ്യമായിട്ട് വരില്ല. അതേ ഫോമിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൂഷ്യമായിട്ട് വരികയും ചെയ്യും. ഐസ്ക്രീം, അതേപോലെ യോഗോട്ട്, ഇങ്ങനെ ചില സാധനങ്ങളുണ്ട്, ചിലർക്ക് അലർജി ആയിരിക്കും. മാറ്റുക, അതിന് മറ്റൊരവസ്ഥയിൽ നമ്മൾ കഴിക്കുക. അത് നമുക്ക് പാടില്ലാത്തതാണെങ്കിൽ പാടില്ല. എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം നമ്മൾ വേസ്റ്റിലേക്ക്, കച്ചറപ്പെട്ടിയിലേക്ക് വാരിയിടുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് വാരിയിടാൻ പാടില്ല. സിസ്റ്റമാറ്റിക്കായ ലൈഫായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു ലക്ഷ്യമുണ്ട്, നിസ്വാർത്ഥമായ ലക്ഷ്യം. എന്താണ്? പരമമായിട്ട് എന്തിലേക്കാണോ എത്തിച്ചേരേണ്ടത് അങ്ങോട്ട് എത്തിച്ചേരണമെന്നൊരു ലക്ഷ്യം നമുക്ക് വേണം.